മരുമോൻ എന്നെയും കത്തിരിക്കായിരിക്കും അല്ലേ? അമ്മാവനിപ്പോ ഇങ്ങോട്ട് എനിക്ക് വരാതിരിക്കാൻ പറ്റുമോ? ആവശ്യം എന്റേതായി പോയില്ലേ? ഒരുപാട് ജോലി തിരക്കുണ്ടല്ലേ, പിന്നെ അല്പം മറവി ഇദ്ദേഹത്തിന് പണ്ടേ ഉണ്ട്. ഞാൻ പറഞ്ഞു കൊടുത്ത ഒറ്റ ലോ പോയിന്റ്സ് വക്കീലിനിപ്പോ ഓർമ്മയില്ല. എന്നാലേ അത് നൂറുപ്പിക്കാൻ വേണ്ടി ഞാനിപ്പോ വന്നത്. അനന്തരവനെ അനന്ത, അമ്മാവൻ നിന്നോടൊരു കാര്യം പറയാം. ഈ കോടികൾക്കിടയിൽ നിന്നും ഇത്ര ലക്ഷം ഊരിയെടുത്താൽ ആരും അറിയാൻ പോണില്ല, ആർക്കൊരു നഷ്ടവും ഇല്ല. ഛേദമില്ലാത്തവന്റെ മുതൽ ഈ നാണമില്ലാത്തവൻ നക്കുന്നു എന്ന് പറഞ്ഞ പോലെ അല്ലേ? അതെ, ഇരവയ്ക്കപ്പട്ടിയുടെ ചിറുതയ്ക്കപ്പട്ടി പറഞ്ഞവിടെ തന്നെ. അമ്മാവൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എല്ലാം മനസ്സിലായിട്ടും മനസ്സിലായില്ലെന്ന് നടിക്കുന്നവരെ മനസ്സിലാക്കാനാണ് പ്രയാസം. ലാഭമില്ലാത്തൊരു ബിസിനസിനും ഉറുപ്പ് പണം അറിയാറില്ല. അതിനെനിക്ക് താല്പര്യവുമില്ല. കേസില്ല വക്കീലായിരുന്നു നിന്നെ ഈ കൊട്ടാരത്തിന് റിസീവർ ആക്കിയത് കുറിപ്പിന് ലാഭം കിട്ടുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാ. അപ്പോഴേ നീ എന്റെ മകൾക്ക് കൊടുത്ത എല്ലാ പ്രേമലേഖനങ്ങളും ഞാൻ വായിച്ചിട്ടുണ്ട്. നല്ല തന്ത. സുഗന്ധി ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല, നീയാണ് എന്റെ ജീവിതത്തിന്റെ സുഗന്ധം. സുഗന്ധി ഇല്ലെങ്കിൽ ഈ അനന്തേട്ടൻ ആത്മഹത്യ ചെയ്യും പോലും. നീ എന്റെ മുമ്പിൽ തലകുനിച്ച് നിൽക്കുന്നത് ജാളിത കൊണ്ടാണ്. പണവും ഭർത്താവും ഇല്ലാതെ ഈ നാട്ടുകാരുടെ മുമ്പിൽ തലകുനിച്ച് നിൽക്കാൻ എനിക്ക് അല്പം ജാളിതയുണ്ട്. ഞാൻ ചില കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചിരുന്നു, അതങ്ങ് എത്തിയില്ല. മനഃപൂർവ്വം മറന്നതാണെങ്കിൽ അത് നോറുപ്പിക്കാനാണ് ഞാൻ വന്നത്. അതല്ല ഓർത്തിട്ടും മറന്നതാണെങ്കിൽ എനിക്കും പലതും മറക്കേണ്ടി വരും. വണ്ടി എടുക്കണ. കുന്തം പിഴിഞ്ഞോലെ നിൽക്കാതാരെന്താ? അന്തപുരത്തിന്റെ അടിത്തറ അടിയോടെ പിഴുതെടുത്ത് കൊടുത്ത് സുഗന്ധിയെ സ്വന്തമാക്കി സുന്ദരമായി ജീവിക്കുവാനെന്താ? തന്തയ്ക്ക് പറഞ്ഞവനാടാ ഞാൻ. ഇനി കൊട്ടാരത്തിന്റെ അടിത്തറ തോണ്ടോടാ. ഞാൻ പറയുന്ന കേട്ട് മര്യാദയ്ക്ക് ഇവിടെ നിൽക്കാമെങ്കിൽ നിന്നാ മതി, അല്ലെങ്കിൽ നിനക്ക് ഇവിടുന്ന് പോവാം. അവൻ ആരോടാ കൈകൊണ്ട് സംസാരിച്ചെന്നറിയാവോ? നാരായണക്കുറുപ്പിനോട്. അടങ്ങാൻ പറ്റുമോ എനിക്ക്? ഇത്രയ്ക്ക് കലി കയറാൻ അവൻ എന്ത് തെറ്റാ ചെയ്തേ? തെറ്റ് ചെയ്തത് ഞാനല്ലേ? വായു നോക്കി നടന്നവനെ പിടിച്ച് രാജാവാക്കി. ഇപ്പൊ രാജാവ് കൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. എടീ, നിന്റെ മകനെ കിരീടം വെച്ചു കൊടുത്തത് ഞാനാണെങ്കിൽ അത് ഉരുവെപ്പിക്കാൻ എനിക്കറിയാം. അവൻ എന്തെങ്കിലും അവിവേകം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏട്ടൻ ക്ഷമിക്കണം. ക്ഷമിക്കണമല്ലേ? എടീ, നിന്റെ നായരി അത്തെ പിന്നെ അവൻ എങ്ങനെയാ വളർന്നോന്ന് നിനക്കറിയാമല്ലോ. എല്ലാം എഴുതി വിട്ട് തുടച്ചിട്ടല്ലേ നിന്റെ കെട്ടിയവൻ പോയത്? അതിന് കാരണക്കാരൻ ഏട്ടനും കൂടിയല്ലേ? ഓഹോ, നിന്റെ നാവും ചരിച്ചു തുടങ്ങിയല്ലേ? ചവിട്ടി പുറത്താക്കും ഞാൻ. നിങ്ങൾ കണ്ട ഭ്രാന്ത് പിടിച്ചോ? എന്നാലേ എന്റെ പൊന്നുപങ്ങള് കേട്ടോ, ഇവിടെ കട്ടിലും കസറ ഇല്ലാഞ്ഞിട്ടല്ല ഇതൊക്കെ കൂടെ പൊക്കിക്കൊണ്ട് വന്നിരിക്കുന്നത്. നീ മറന്നു കാണും, നമ്മുടെ അച്ഛൻ അടിമപ്പണി ചെയ്ത് ജീവിതകാലം മുഴുവൻ കൊട്ടാരത്തിൽ ഓച്ചാന ചെയ്യുന്നത്. ഞാനത് മറന്നിട്ടില്ല, മറക്കേയില്ല. നക്കാപ്പിച്ച ശമ്പളവും വാങ്ങി തമ്പുരാക്കന്മാരെ കുറെ സേവിച്ചതല്ലേ? അതിനെ ഊരി തിരിച്ചു പിടിച്ചിട്ട് കരുതിയാ മതി. എന്തൊക്കെ ആയാലും ഒന്നും അറിയാത്ത കുട്ടികളെ വേദനിപ്പിച്ചിട്ട് വേണോ ഏട്ടന്റെ ഈ വാശി? ഇത് വാശിയല്ലടി, തീരുമാനമാ. അഭിപ്രായം വേണ്ട, അനുസരിച്ചാ മതി. എല്ലാരും കേൾക്കാനാ ഞാനീ പറയുന്നത്. അമ്മ എന്തിനാണ് അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്? സുഗന്ധിക്ക് അവിടെ പല ആലോചനകളും വരുന്നുണ്ട്. അതിനെന്താ, വന്നോട്ടെ. അച്ഛനുണ്ടായിരുന്ന കാലം തൊട്ടേ എല്ലാവരും കൂടി പറഞ്ഞുറപ്പിച്ചല്ലേ ഞങ്ങളുടെ ബന്ധം. ഉറപ്പിച്ചതൊക്കെ ശരിയാ, പക്ഷേ ഏട്ടന്റെ മനസ്സിൽ ഇപ്പൊ വേറെന്തോ ഉണ്ടെന്നാ തോന്നുന്നേ. അമ്മാവന്റെ മനസ്സിൽ പലപ്പോഴും പലതല്ലേ. ഒരു IAS-കാരനുമായിട്ട് വിവാഹം ഏതാണ്ട് ഉറപ്പിച്ച മട്ട. എന്നാര് പറഞ്ഞു? ഏട്ടൻ തന്നെയാ പറഞ്ഞത്. അതിനവള് സമ്മതിച്ചോ? ഏട്ടൻ നിർബന്ധിച്ച അവക്ക് സമ്മതിക്കാതിരിക്കാൻ പറ്റുമോ? അമ്മാവന്റെ സ്വഭാവം നിനക്കറിയാലോ. ഇപ്പോഴെങ്കിലും നിനക്ക് മനസ്സിലായല്ലോ നിന്റെ ഏട്ടന്റെ തന്നിറം. എന്റെ കുഞ്ഞ് അനുഭവിക്കേണ്ട സ്വത്തുക്കളാ അവൻ ചതിച്ചെടുത്തത്. അതൊന്നും ഞാൻ മറന്നിട്ടില്ല. മോനെ, വലിയവർക്ക് എപ്പോഴും വലിയവരുമായിട്ടുള്ള ബന്ധത്തിലാ താല്പര്യം. നമ്മൾ ആശിച്ചതാ തെറ്റ്. ഇനി നീ അതോർത്ത് വിഷമിക്കേണ്ട പോലെ വിഷമിക്കണ്ട. കേട്ടതൊക്കെ ശരിയാണോന്ന് അറിയാനാ കാണണമെന്ന് പറഞ്ഞത്. അത് നിന്റെ നാവിന്ന് തന്നെ എനിക്കൊന്ന് കേട്ടാ കൊള്ളാമെന്നുണ്ട്. അച്ഛൻ അവർക്ക് വാക്ക് കൊടുത്തു, എന്റെ സമ്മതം പോലും ചോദിക്കാതെ. IAS-കാരനാണെന്ന് കേട്ടപ്പോ നീയെല്ലാം മറന്നുല്ലേ?
അനന്തേട്ടനല്ലാതെ മറ്റൊരുത്തിന് എന്റെ കഴുത്തി താലി കിട്ടില്ല എന്ന് ഈ അമ്പലമുറ്റത്ത് വെച്ച് നീ പറഞ്ഞൊന്നും ഞാൻ മറന്നിട്ടില്ലടി. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്റെ അവസ്ഥ അനന്തേട്ടനൊന്ന് ഊഹിച്ചു നോക്കിയേ. അച്ഛന്റെ സ്വഭാവം അനന്തേട്ടൻ അറിയാലോ. ഇപ്പൊ ചേച്ചിമാരും അവരുടെ ഭർത്താക്കന്മാരും ഒക്കെ അച്ഛന്റെ സൈഡാ. എന്റെ മനസ്സ് മാത്രം ആരും കാണുന്നില്ല. എന്റെ അച്ഛൻ എപ്പോഴും പറയായിരുന്നു അതിൽ കിടന്നൊന്നും തന്നെ ആഗ്രഹിക്കരുതെന്ന്. ഒരെങ്ങനെ കൊണ്ട് ചുടുചോറ് വാരിക്കുന്ന പോലെ നിന്റെ അച്ഛൻ എന്നെ കൊണ്ട് എന്തെല്ലാം ചെയ്യിച്ചടേ. ഇത്രയും മോഹിപ്പിക്കണമായിരുന്നോ? നിനക്കെങ്കിലും എന്നോട് തുറന്നു പറയായിരുന്നില്ലേ അനന്തേട്ടൻ നിനക്ക് യോജിച്ച ഭർത്താവില്ലെന്ന്? എനിക്കറിയാം അനന്തേട്ടൻ എന്നെ കുറ്റപ്പെടുത്തുമെന്ന്. ഞാൻ എന്താ ചെയ്യേണ്ടത്? അച്ഛനെ ധിക്കരിച്ച് ഈ നിമിഷം നിനക്ക് എന്റെ കൂടെ ഇറങ്ങി വരാൻ പറ്റുമോ? സുഗന്ധി, അനന്തം പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു. ഞാൻ നിന്നെ കുറ്റപ്പെടുത്തുന്നില്ല. ഈ നിമിഷം വേണമെങ്കിലും ഞാൻ ഇവിടെ നിന്റെ കൂടെ പറഞ്ഞയക്കാം. പക്ഷേ നിന്റെ അമ്മാവനെ നിനക്കറിയാലോ. ഒരു ദിവസമെങ്കിലും മനസമാധാനത്തോടെ നിങ്ങൾക്ക് കഴിയാൻ പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ ഈശ്വരൻ വിധിച്ചിട്ടില്ല എന്ന് കരുതിയാൽ മതി. എന്നാത്തിനാ ഇങ്ങനെ കുരങ്ങിയെത്ത കാക്കാലിനെ പോലെ കിടക്കുന്നത്? നിരാശാകാമുകന്റെ റോൾ അഭിനയിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചു ദിവസം ആയല്ലോ. അവൾ അനന്തനോട് ഉള്ളി തട്ടിയ സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ഇറങ്ങി വന്നേനെ. സ്നേഹത്തിന്റെ മുമ്പിൽ നാരായണക്കുറുപ്പല്ല, സാക്ഷാൽ ഉദയനക്കുറുപ്പായാലും ഒരു പ്രശ്നമല്ല. നമ്മളെ വേണ്ടാത്തവരെ നമുക്കും വേണ്ട. നിനക്കത് നിസ്സാരമായിട്ട് പറയാം. കുട്ടിക്കാലത്ത് തുടങ്ങിയ ബന്ധമാ, അത് അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റൂടാ? മറക്കണം. അനന്തനോടുള്ള സ്നേഹം അവൾ ഒരു കളിയായിട്ടേ കണ്ടിട്ടുള്ളൂ. ചന്ദ്രിക്ക് രമണനോടുണ്ടായിരുന്ന പോലെ ഒരു ലവ്. ശരിയല്ലേ? IAS കാരന് വക്കീലിനേക്കാൾ വിലയുണ്ട്. അതെന്താ അനന്തം മനസ്സിലാക്കാത്തത്? വിട്ടുകള വക്കീലേ, വല്ലം വന്ന് കഴിക്കാതോ. കണ്ണീര് കാണിച്ച് നാരായണക്കുറുപ്പിന്റെ മനസ്സലിയിക്കാവെന്ന് എന്റെ പുന്നാരമോട് കരുതണ്ട. അങ്ങനെ അറിയുന്ന മനസ്സായിരുന്നെങ്കിലേ ഞാൻ എന്നെ കുത്തുവാളെ എടുത്തേനെ. മനസാക്ഷിയുള്ളവർക്ക് ഇതൊക്കെ പറഞ്ഞാൽ മനസ്സിലാവൂ. ഇല്ലടി, എന്റെ മനസ്സിന്റെ സ്ഥാനത്ത് മയിൽക്കുറ്റിയാ. ഞാനതൊക്കെ സഹിച്ചു. ചെറുപ്പത്തിൽ പറഞ്ഞു വെച്ച ബന്ധം ഇത്, അത് മറക്കണ്ട. മുണ്ടിപ്പോറ്. എടി, ചെറുപ്പത്തിൽ കൊച്ചുപിള്ളേരെ മടി പിടിച്ചിരുത്തിക്കൊണ്ട് അമളിമാമനെ പിടിച്ചേരാ മക്കള് മാമുണ്ട് മാമണെന്ന് പറയും. എന്നോട് പിടിച്ചു കൊടുക്കാൻ പറ്റുമോ? അച്ഛൻ അനന്തേട്ടനെ ചതിക്കായിരുന്നു, ഒപ്പം എന്നെയും. എടി മകളെ, കൊക്കിലൊതുങ്ങുന്നതേ കൊത്താവൂ, അർഹിക്കുന്നതേ മോഹിക്കാവൂ. അതവൻ അറിഞ്ഞുകൂടാ. എനിക്ക് വലുത് നിന്റെ ഭാവിയാ, നിന്റെ സന്തോഷമാ. എന്റെ സന്തോഷമാണ് അച്ഛന് വലുതെങ്കിൽ അനന്തേട്ടനോട് ഒന്നിച്ചുള്ള ജീവിതമാണ് എനിക്ക് വേണ്ടത്. പ്രേമവും സന്തോഷവും കരുത്തിലിട്ട് ഉപയോഗിച്ചാൽ ചോറാകത്തില്ല. പണം, പണമാണ് എല്ലാത്തിന്റെ അടിസ്ഥാനം. ദാരിദ്ര്യത്തിന്റെ ദുഃഖവും പണത്തിന്റെ സുഖവും ഒരുപാട് അനുഭവിച്ചറിഞ്ഞവനാ ഞാൻ. അനന്തേട്ടനെ കൊണ്ട് അച്ഛൻ എന്തെല്ലാം ചെയ്യിച്ചു. ഒരു അക്ഷരം എതിര് പറയാതെ അച്ഛൻ പറഞ്ഞതെല്ലാം അനുസരിച്ചില്ലേ? അതെ, അനുസരിച്ചു. ഇനിയും ഞാൻ പറയുന്ന എല്ലാം അവൻ അനുസരിക്കും. ഒരു കാര്യം കൂടി അവനോട് ഞാൻ ആവശ്യപ്പെടും, അതും കൂടി അവൻ അനുസരിച്ചാൽ. അച്ഛൻ എന്ത് ആവശ്യപ്പെട്ടാലും അനന്തേട്ടൻ സമ്മതിക്കും. അനന്തേട്ടനോട് ഞാൻ പറയാം. മിടുക്കി, എന്റെ മോള് തന്നെ അവനോടൊന്ന് പറയണം. നീ പറഞ്ഞ അവൻ കേൾക്കും. എന്താ അച്ഛൻ ഞാൻ പറയേണ്ടത്? നിന്നെ മറക്കണമെന്ന്. നിന്നെ അവന് കിട്ടില്ല. അത് നടക്കില്ല. നടക്കും, അതേ നടക്കൂ. ഉണ്ടാക്കാൻ അറിയാമെങ്കിൽ നിന്നെയൊക്കെ വളർത്താനും അനുസരിപ്പിക്കാനും എന്നെ കൊണ്ട് കഴിയും. കഴിയില്ലെന്ന് വന്നാൽ താലോലിച്ച കൈകൊണ്ട് തല്ലിക്കൊന്ന് പുഴയിലെറിയാനും ഞാൻ മടിക്കില്ല. ഒരുപാട് മോഹിച്ചത് നഷ്ടപ്പെടുമ്പോ ആർക്കാണെങ്കിലും സങ്കടം തോന്നും. എല്ലാം സഹിക്കുക. ഏയ്, എനിക്കത്ര വലിയ വിഷമമൊന്നുമില്ല. പിന്നെ കുട്ടിക്കാലം മുതലേ വീട്ടുകാരും അമ്മാവനൊക്കെ പറഞ്ഞു ഇവള് നിനക്കുള്ളതാണെന്ന്. അന്ന് മുതലേ സ്നേഹിച്ചു, ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടു. അതൊക്കെ പെട്ടെന്ന് നഷ്ടപ്പെടുമ്പോഴുണ്ടാകുന്ന ഒരു ഇതൊരുമാതിരി ഒരല് മദ്രത്തോട് പരാതി പറയുന്ന പോലെ അല്ലേ? കുട്ടിയുടെ അവസ്ഥ വെച്ച് നോക്കുമ്പോ എന്റെ കാര്യം എത്ര നിസ്സാരം. പിന്നെ രോഹിണിയുടെ ഈ കാത്തിരിപ്പിന് കൊച്ചു തമ്പുരാൻ തിരിച്ചു വരും എന്നുള്ളൊരു പ്രത്യാശയെങ്കിലും ഉണ്ടല്ലോ, അല്ലേ? കർത്താവേ, അവൻ തട്ടിപ്പോയെന്നാ തോന്നുന്നു. IPC 302. നീ അകത്തായത് തന്നെ.
ഈ ബോഡി എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? ഈ ബോഡി പറഞ്ഞിട്ട്. ഓ, അപ്പൊ പാര പറഞ്ഞിട്ടാണ് ജീവൻ പോയത്. ആരാ ജീവൻ? നിന്റെ അച്ഛൻ. അനന്തപത്മനാഭൻ, ഉർമീസ് അങ്ങനെ രണ്ടുപേരെ വേണ്ടപ്പെട്ടവരായിട്ടുള്ളൂ എന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. അത് നിങ്ങളല്ലേ? ഉറുമീസ് ഇവൻ തന്നെ. അനന്തൻ ഇവൻ തന്നെ. ഞാൻ അടുത്ത കുരിശ്. എന്താടോ നിങ്ങളിങ്ങനെ നോയിക്കൊണ്ടിരിക്കണേ എന്തിന്? ഇന്ന് ഒരുപാട് മരണം നടക്കാൻ സാധ്യതയുള്ള ദിവസമാണ്. ഞങ്ങൾക്ക് പോണം. പണം എടുക്കി. പണം ഓസനം കൊണ്ടെത്തിക്കാൻ അയാൾ എന്റെ മച്ചണ്ടി ഒന്നുമല്ലോ. അല്ല പിന്നെ. ശരി ശരി, തനിക്ക് പണമല്ലേ വേണ്ടത്? എത്രയാ? 300. ഒരു 100 രൂപ ഞാൻ. ഇത് പിന്നെ എന്തിനാ? കുപ്പിയല്ല, എല്ലാം നമ്മുടെ പടലേക്ക് കെട്ടിവെച്ചിട്ടാണല്ലോ ഈ കാലമട ചത്തത്. ഇനിയിപ്പോ എന്ത് ചെയ്യും? ശവം കത്തിക്കാം. ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാന്നേ. ശവം എവിടെ പോയാവോ? ഇനി അവന്റെ ബോഡി ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയതായിരിക്കോ? എഴുന്നേറ്റ് സെമിത്തേരിയിലേക്ക് നടന്നു പോയതായിരിക്കും. തമ്മാടിക്കുഴി. തൊലിഞ്ഞ കാമഡി പറയാതെ മുഖംമൂടി ഐഡിയ പറഞ്ഞു തന്നെ നീയല്ലേ? കൊലക്കുറ്റവാ. രണ്ടുപേരും ചേർന്ന് സമാധാനം പറയേണ്ടി വരും. ആംബുലൻസ് സെറ്റിൽ ചെയ്ത് അയച്ചോ? പ്രായമല്ല, ഞാൻ ചത്തിട്ടില്ല. ഡിസ്ചാർജ് ചെയ്യുമ്പോഴെങ്കിലും കൂട്ടിക്കൊണ്ട് വരാൻ നിങ്ങൾ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. 3-4 തവണ ആശുപത്രിക്കാരെ കൊണ്ട് ഇങ്ങോട്ട് വിളിപ്പിച്ചു. ഫോൺ ഔട്ട് ഓഫ് ഓർഡർ ആയിരുന്നു. മാത്രമല്ല, ഞങ്ങളുടെ ജീവിതം തന്നെ ഇപ്പൊ ഔട്ട് ഓഫ് ഓർഡറാ. അതെനിക്കും തോന്നി. അതുകൊണ്ട് ഞാൻ തന്നെ ഒരു ആംബുലൻസ് വിളിച്ചിങ്ങ് പോന്നു. 1 മാസത്തെ ബെഡ് റെസ്റ്റ് ആ ഡോക്ടർ പറഞ്ഞേക്കണേ. വേണ്ടി വരും. കുണ്ടിയും കുത്തി വീണതല്ലേ? ഞാൻ സ്വന്തമായിട്ട് വീണതല്ലോ, പേടിപ്പിച്ച് തള്ളിയിട്ടതല്ലേ. പദശ്രമമാ, വകുപ്പ് വേറെയാ. ധാരാളം പഴവർഗ്ഗങ്ങൾ കഴിക്കണമെന്ന് ആ ഡോക്ടർ പറഞ്ഞേക്കണേ. ഇപ്പൊ മൂസമ്പി ജ്യൂസ് കുടിക്കേണ്ട സമയമാ. പുഴിഞ്ഞോണ്ട് വാടോ. പറഞ്ഞത് കേട്ടില്ലേ? പുഴിഞ്ഞു കൊടുക്ക. പുഴിഞ്ഞു കൊടുക്ക. ഇല്ലെങ്കിൽ ഇവൻ നമ്മുടെ ചോര പുഴി. എനിക്കും കൂടി പുഴിഞ്ഞോണ്ട് വാ എന്ന് പറയാനല്ലേ? വേറെ ആളെ നോക്കി കീഴേ. എന്താ പറഞ്ഞേ? അയ്യോ, നമുക്ക് പുഴിഞ്ഞു കളിക്കാം. വേണ്ട, താനൊരു പുല്ലും പറയണ്ട. എനിക്ക് പറയാനുള്ളത് കൂടി കേൾക്കണം. താൻ പറഞ്ഞത് ഞാൻ കുറെ കേട്ടതാ. ആദ്യം താൻ റിസീവർ ആവുമെന്ന് പറഞ്ഞു, പിന്നെ അവനെ അവിടെ നിന്ന് ചാടിക്കുമെന്ന് പറഞ്ഞു. ഇപ്പൊ തന്നെ ശിങ്കടി കൂടി അവന്മാരോട് ചേർന്നില്ലേ? ഇനിയിപ്പൊ താൻ എന്തോ പോലത്താനാ? കാണാൻ പോകുന്ന പൂരം പറഞ്ഞു കേൾപ്പിക്കണോ? വേണ്ട, കേൾക്കാനും കാണാനും എനിക്കിനി സമയമില്ല. എനിക്ക് അവകാശപ്പെട്ടിടത്ത് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? കുറച്ച് വിഷം കേട്ടെടുത്തോ. വന്ന് തലയ്ക്ക് വെളിവില്ലാതായോ? എന്റെ കയ്യിൽ നിന്ന് മേടിക്കും. പോയി കുടിക്കാൻ എന്തെങ്കിലും എടുക്കണേ. താനെന്തോ മിണ്ടാതിരിക്കണത്? എന്തെങ്കിലും ഒന്ന് പറയണോ? അയാൾ അടങ്ങിയിരിക്കില്ല. കാര്യം എന്റെ ചേട്ടനൊക്കെ തന്നെ. വാർമാരാ മോൻ ശങ്കരനാരായണനും എന്തൊക്കെയോ കരുക്കൾ നീക്കുന്നുണ്ട്. മോഹനവർമ്മയെ കുറിച്ച് ഒരു വിവരവും ഇല്ലാത്ത സ്ഥിതിക്ക് റിസീവർ ഭരണം നീണ്ടുപോകുമോന്നാ എനിക്ക് പേടി. അതിനൊരു മാർഗമേ ഉള്ളൂ. മോഹനവർമ്മ മരിച്ചു എന്ന് സ്ഥാപിക്കണം. എങ്ങനെ? അതിനുള്ള വഴി വളരെ ബുദ്ധിപൂർവ്വം ആലോചിക്കണം. ആലോചിച്ച് കണ്ടെത്തിയെന്ന് തന്നെ ഇരിക്കട്ടെ. മോഹനവർമ്മ എങ്ങാനും തിരിച്ചു വന്നാൽ? എവിടെ വരാൻ? അയാൾ ജീവിച്ചിരിപ്പുണ്ടാണെങ്കിൽ തന്റെയും തള്ളയും കൊല്ലപ്പെട്ടപ്പോ തന്നെ വരേണ്ടല്ലായിരുന്നു. ഇനി ജീവിച്ചിരിപ്പുണ്ടെന്ന് തന്നെ ഇരിക്കട്ടെ. എന്നാലും മരിച്ചു എന്ന് നമ്മൾ തെളിയിക്കണം. തെളിയിച്ചാൽ ചിത്തിരപുരം കൊട്ടാരം വർമാജിയുടെ പേരിലാക്കുന്നവരും ഈ ഞാനേറ്റു. എന്നാൽ അതിനുള്ള വഴി എളുപ്പം നോക്കാം. അവന്മാരവിടെ കയറി മേയുന്നത് എനിക്കൊട്ടും സഹിക്കുന്നില്ല. അനന്താ, പത്മനാഭാ, എന്തിനാണ് രാവിലെ കിടന്ന് പോകുന്നത്? നോക്കേ, ഈ കൊട്ടാരത്തിന്റെ അവകാശി മോഹനവർമ്മ തമ്പുരാൻ കൊല്ലപ്പെട്ടു. മോഹനവർമ്മ തമ്പുരാൻ കൊല്ലപ്പെട്ടു. ചിത്തിരപുരം കൊട്ടാരത്തിന്റെ അവകാശിയും 2 വർഷം മുമ്പ് കൊല്ലപ്പെട്ട ഉദയവർമ്മ തമ്പുരാന്റെയും ഭാഗീരഥിബായി തമ്പുരാട്ടിയുടെയും ഏക മകൻ മോഹനവർമ്മ കൊല്ലപ്പെട്ടു. വർമ്മയുടേതെന്ന് സംശയിക്കപ്പെടുന്ന മൃതദേഹം കൽക്കട്ടയ്ക്കടുത്ത റെയിൽവേ ട്രാക്കിൽ തിരിച്ചറിയാനാവാത്ത വിധം ഛിന്നഭിന്നമായ നിലയിൽ കാണപ്പെട്ടു. വിവരമറിഞ്ഞെത്തിയ അടുത്ത ബന്ധുക്കളായ നന്ദനവർമ്മയും മറ്റുമാണ് മൃതദേഹം മോഹനവർമ്മയുടേതാണെന്ന് തിരിച്ചറിഞ്ഞത്. ശരീരത്തിൽ നിന്നും കണ്ടെടുത്ത ആഭരണങ്ങൾ മൃതദേഹം തിരിച്ചറിയാൻ ഇവരെ സഹായിച്ചു. ഏകദേശം 2 വർഷം മുമ്പ് ബാംഗ്ലൂരിലുള്ള ഡി അഡിക്ഷൻ സെന്ററിൽ ചികിത്സയിലായിരുന്ന മോഹനവർമ്മ അവിടെ നിന്ന് ആരോടും പറയാതെ അപ്രത്യക്ഷനാവുകയായിരുന്നു. മൂഷിക സ്ത്രീ വീണ്ടും മൂഷിക സ്ത്രീയായി എന്ന് പറഞ്ഞ പോലായി നമ്മുടെ അവസ്ഥ. ഈ കൊട്ടാരമായിട്ടൊന്ന് ഇഴുകി ചേർന്ന് വരികയായിരുന്നു. ഇനി ഇപ്പം മഹാഗണിയും ചന്ദനോർമ്മയും ചുമ്മാ ഇരിക്കും തോന്നുന്നുണ്ടോ? ഇന്ന് മുതൽ അവന്മാർ കളി തുടങ്ങും. എന്റെ സെബസ്ത്യാനോസ് പുണ്യാളാ, കുറച്ചു കാലം കൂടി ഇവിടെ ഇങ്ങനെ സുഖമായിട്ട് ജീവിക്കാൻ കടാക്ഷിച്ചാൽ അർത്തുങ്കൽ പള്ളി കടപ്പുറം മുതൽ പള്ളി തിണ്ണവരെ ഈ ഉറുമി സുരുണ്ടോളാമേ. ഇത് എന്താ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത്? ബാക്കിയുള്ള 1 കിലോമീറ്റർ ഉരുളാമെന്ന് നേർന്നു. തിരുപ്പതി പോയി തല മൊട്ടയടിക്കാമെന്നെങ്കിലും പറക്കില്ലേ? മോഹനവർമ്മ ഇന്ന് വരും നാളെ വരുന്ന കാത്തിരിക്കുന്ന പെൺകുട്ടിയുടെ കാര്യം ഓർക്കുമ്പോ കഷ്ടം തന്നെയാ.
എല്ലാം വിധിയാണെന്ന് കരുതി സമാധാനിക്കുക.